രാവിലെ തന്നെ എഴുന്നേറ്റ് ഹാളിലേക്ക് വന്ന് ഞങ്ങൾ കുടുംബം അടക്കം ഞെട്ടി. മറിയാമ്മ മറിയാമ്മയെ കാണാനില്ല. നാച്ചും അബിക്കുട്ടിയൊക്കെ മറിയാമ്മയെ അന്വേഷിച്ച് പരിഭ്രാന്തരായി ഓടി നടക്കുകയാണ്. അബിക്കുട്ടിയാണെങ്കിലും അമ്മ എന്തിയെന്ന് കാണുന്നവരോടൊക്കെ ചോദിച്ചുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മറിയാമ്മയെ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ആൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വീക്കെൻഡ് ആയിട്ടും ഇത്ര തിരക്ക് പിടിച്ച വർക്ക് എന്ന് മറിയാമ്മയോട് ചോദിച്ചതിന് മറിയാമ്മ അത് ഇങ്ങനെ ഒരു സംഭവം കാണിച്ചു. ഇപ്പോൾ ഡു നോട്ട് ഡിസ്റ്റർബ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുടുംബത്ത് കാര്യമായി എന്തോ അവളുടെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ഈ മൗസ് ഇട്ട് ഞെക്കി പൊട്ടിക്കുന്നത് കീബോർഡ് ഇട്ട് തല്ലി പൊട്ടിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കരമായ വർക്കിലാണെന്ന്. ഇതേപോലെ ഒരു സൗണ്ട് കേട്ടിട്ട് ഞാനൊരു ദിവസം സ്ക്രീനിലേക്ക് നോക്കി ഞെട്ടിയിട്ടുണ്ട്. സ്ക്രീനിലിരിക്കുന്ന ഈച്ചയെ മൗസിൻ്റെ ആരോ വെച്ചിട്ട് കുത്തിക്കൊല്ലാൻ നോക്കുന്ന മറിയാമ്മ, അതാണ് ഞാൻ അന്ന് കേട്ട ഞെക്കി പൊട്ടിക്കൽ സൗണ്ട്. അതുപോലെ തന്നെയാണ് മറിയാമ്മയെ പേടിച്ച് ഒളിച്ചിരിക്കുന്ന ഈ മൗസ്. ഒരു ദിവസം ഓഫീസിൽ നിന്ന് ഒരു ഫയൽ കോപ്പി ചെയ്ത് കൊണ്ടുവരാനായിട്ട് USB ഇല്ലാതിരുന്നിട്ട് ഈ മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് വീട്ടിലെ ലാപ്ടോപ്പിൽ കൊണ്ടുവന്ന് കുത്തി പേസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് മറിയാമ്മ. മറിയാമ്മയുടെ ആ ഒരു പരിശ്രമം കണ്ട് മാനസികമായി തളർന്ന് ഫ്രണ്ട്സിൽ കൊക്കയിൽ വീണ അരവിന്ദൻ്റെ പോലെ അന്നിരിക്കാൻ തുടങ്ങിയതാണ് ഈ മൗസ് ഇവിടെ. അങ്ങനെ ഒരുപാട് ജീവിതം കണ്ടേക്കുന്ന മൗസാണിത്. നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നാട് വിട്ടുപോയനെ ഇപ്പോൾ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ മറിയാമ്മ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവളുടെ കയ്യിൽ നിന്ന് എൻ്റെ മൊബൈൽ താഴെ വീണ് ഡിസ്പ്ലേ പൊട്ടിപ്പോയതിന് ശേഷമാണ്. അപ്പോൾ ഇന്നും ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നേരെ TV നോക്കി. TV നാച്ചു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എടുത്ത് നോക്കി. ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഓക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാച്ചൂട്ടൻ ആ സത്യം വിളിച്ചു പറഞ്ഞത്, ഡാഡാ മമ്മ അവിടെ അബിക്കുട്ടിയുടെ ഡ്രസ്സ് അയൺ ചെയ്തത് ഞാൻ കണ്ടു എന്ന്. ഈ അയൺ ബോക്സ് ഇങ്ങനെ കമന്നിരിക്കുമ്പോഴേ ഞാൻ സംശയിക്കണമായിരുന്നു അതിനെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. വിചാരിച്ച പോലെ തന്നെ വയലറ്റ് കളർ അതേപോലെ തന്നെ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭാര്യമാരുടെ കുൽസിത പ്രവൃത്തികൾ കൊണ്ട് കേടായ അയൺ ബോക്സുകളൊക്കെ ഉണ്ട്. നിങ്ങളത് കളഞ്ഞിട്ട് പുതിയത് വാങ്ങിക്കാനുള്ള പരിപാടിയിലാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നേരെ പോയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പെനഡോളോ അല്ലെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ നല്ല പാരസെറ്റമോളോ അതൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ടാബ്ലറ്റും എടുക്കുക. എന്നിട്ട് അയൺ ബോക്സ് നല്ലപോലെ അങ്ങ് ചൂടാക്കി വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ഈ ടാബ്ലറ്റ് അതിൽ ഉരുകി പിടിച്ചിരിക്കും നല്ലപോലെ. അതിനോടൊപ്പം തന്നെ അതിലയക്കുന്ന കരിഞ്ഞത് എത്ര വലിയ കരിയാണെങ്കിലും അതും ഇതേപോലെ ഉരുകിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇതേപോലെ നല്ലപോലെ ഉരുകി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു വെറ്റ് ടിഷ്യൂ അല്ലെന്നുണ്ടെങ്കിൽ നനഞ്ഞൊരു തുണിയോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് അയൺ ചെയ്യുക. ഇങ്ങനെ അത് പോകുന്നവരെ 1-2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും അതിലുള്ള കരിഞ്ഞതൊക്കെ പോയി നല്ല പുത്തൻ അയൺ ബോക്സ് പോലെ ഇരിക്കും. അപ്പോൾ ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത് എൻ്റെ ഒരു കൊളീഗാണ്, മിസ്റ്റർ ജലാൽ ഭായ് ADNH. ആൾക്ക് പ്രത്യേകം ക്രെഡിറ്റ് വയ്ക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ഓഫീസിൽ കയറ്റില്ല. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നാച്ചുവിൻ്റെ കുറച്ച് കലാവിരുദ്ധ കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് നാച്ചുവിൻ്റെ പിഗ്ഗി ബോക്സ്. റോക്കി ബായിക്ക് 2 ഷൂ പോളിഷ് ചെയ്യുമ്പോഴാണ് ഒരു ബണ്ണ് വാങ്ങിക്കാനുള്ള പൈസ കിട്ടിയിരുന്നെങ്കിൽ മറിയാമ്മയുടെ കാല് 1 മണിക്കൂറിന് മസാജ് ചെയ്ത് കൊടുത്താലേ നാച്ചൂട്ടിന് 2 ദിർഹം കിട്ടുള്ളായിരുന്നു. ആ 2 ദിർഹം കടം പറഞ്ഞ് ഇപ്പം നാച്ചൂട്ടിന് മറിയാമ്മ 70 ദിർഹത്തോളം കൊടുക്കാനുണ്ട്. നാച്ചൂട്ടിൻ്റെ പിഗ്ഗി ബോക്സ് ആണെന്നുണ്ടെങ്കിൽ കാലിയുമാണ്. ഒരു ദിവസം പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്താണ് നാച്ചൂട്ടൻ വാങ്ങിച്ചു തരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നാച്ചൂട്ടൻ പറഞ്ഞത് ഒരു മെഡലും ഒരു ട്രോഫിയും വാങ്ങിച്ചിട്ട് വരെ, ഗോൾഡൻ തന്നെ ആയിക്കോട്ടെ, കുറയ്ക്കണ്ടെന്നുള്ളത്. ഇതൊക്കെ നീ വല്ല കോമ്പറ്റീഷനിലും പങ്കെടുത്തിട്ടല്ലടാ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇത്രയും വലിയ ട്രോഫിയൊന്നും കൊടുക്കുന്നില്ല, എല്ലാവർക്കും മെഡലാണ് കൊടുക്കുന്നത്. ചെക്കന് 2-3 കിട്ടിയിട്ടുണ്ട്, പോയം റിസൈറ്റ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മെഡലാണ്. അപ്പോൾ ആൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അടുത്തതായിട്ട് നാച്ചൂട്ടൻ്റെ ഫിഷ് ടാങ്ക്. ജീവനുള്ള മീനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം മാറ്റണം, അതിന് ഫുഡ് കൊടുക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇതാവുമ്പോൾ അവിടെ കിടന്നോളും ഡാടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടേക്കുന്നതാണ്. എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, ചെക്കൻ വൻ ഉടായ്പാണ്, എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോളും. നൈസായിട്ട് എൻ്റെ പെടലിക്കോ മമ്മിയുടെ പെടലിക്കോ വെക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിരുന്ന അയൺ ബോക്സിൻ്റെ കാര്യം നമ്മൾ പൊക്കിയതോടുകൂടി മറിയാമ്മക്ക് ടെൻഷനായി. മറിയാമ്മയ്ക്ക് ടെൻഷനായി കഴിഞ്ഞാൽ മറിയാമ്മയ്ക്ക് ഒന്ന് വിശക്കും. അങ്ങനെ നമ്മൾ നേരെ പുറത്തോട്ട് നമ്മുടെ സ്ഥിരം ചായ സ്പോട്ട് മക്കാനി ചെന്ന വഴി ഒരു പഴംപൊരിയും ബീഫും ഓർഡർ ചെയ്ത് 2 ചായയും. അനിസ്പ്രയുടെ പരസ്യമൊക്കെ പോലെ കൊണ്ടുവന്ന സംഭവം ഓൺ ദ സ്പോട്ട് മറിയാമ്മ കഴിച്ച് തീർത്തു. ആ പ്ലേറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചു, ഈ പട്ടി നക്കിയാൽ പോലും ഇത്രയും വൃത്തി ഉണ്ടാവില്ലല്ലോടി എന്ന്. ആ ഒരു ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു മറിയാമ്മ വീണ്ടും ഒരു കപ്പയും ബീഫും കൂടി പറഞ്ഞു. കപ്പയൊക്കെ നല്ല തേങ്ങയൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റ് കിട്ടോ, എന്തൊക്കെയോ നാട്ടിൽ കിട്ടുന്ന ബീഫും കപ്പയും പോലത്തേക്ക് ഒരു സംഭവം. 2 പഴംപൊരി കൂടി വീണ്ടും. ഇതെന്തോ കോഴിപ്പിടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അവിടെ ഉള്ളതിൽ ഒട്ടുമുക്കാലും കഴിച്ച് തീർത്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, ഒരറിവും ചെറുതല്ല. മറിയാമ്മ കാരണം ഒരറിവ് കൂടി നിങ്ങൾക്ക് പകർന്നു തരാൻ പറ്റിയ ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. കണ്ടവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക്സ്.